അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്തുണ്ടായ ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിലുള്ള കുറേ വഴക്കിനെ പറ്റിയും പ്രശ്നങ്ങളെ പറ്റിയും ഒക്കെ ഞാൻ ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. യോനിജ ഓർ അയോനിജ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനെ പറ്റിയിട്ട്. മെലിഞ്ഞ് കറുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൺകുട്ടിയായിരിക്കും, ഓർ തടിച്ച് സുന്ദരിയായിട്ടിരുന്ന് കഴിഞ്ഞാൽ പെൺകുട്ടിയായിരിക്കും. പാർവതി ദേവി കുളിക്കാൻ പോയപ്പോൾ ദേഹത്തുള്ള മഞ്ഞൾ വെച്ചിട്ട് ഒരു ചെറിയ രൂപത്തിനെ ഉണ്ടാക്കിയെടുത്തു. വായിച്ചിട്ട് പലരും എൻ്റെ അടുത്ത് പറഞ്ഞു, അത് ശരി, ഇത്ര അധികം പേഴ്സണൽ ഡീറ്റെയിൽസ് എന്തിനാണ് ഒരു ബുക്കിൽ എഴുതിയത്? കുട്ടി ഉണ്ടായതിന് ശേഷം നമുക്ക് ഉറക്കം കുറയുന്നു, നമ്മൾ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് ബോഡി ടയർഡ് ആവുന്നു, അപ്പോൾ സ്ത്രീകൾക്ക് ഡിപ്രഷൻ വരും എന്നൊക്കെ. അപ്പോൾ ഇതെല്ലാവരും മനസ്സിലാക്കണം. നമ്മുടെ വീട്ടിൽ നമ്മുടെ സിസ്റ്ററോ നമ്മുടെ ഫ്രണ്ടോ ആരെങ്കിലും പ്രഗ്നൻ്റ് ആണെങ്കിലും, ഹായ്, ദിസ് ഇസ് ഉത്തരാവണി, വെൽക്കം ടു ടുഡേസ് വീഡിയോ. I never thought, even in my wildest dreams, that I will be able to write a book and become an author. എല്ലാ അമ്മമാരെ പോലെ തന്നെ I also believe that my daughter has been the greatest blessing of my life. കുട്ടി വന്നപ്പോഴാണ്, കൺസീവ് ചെയ്തപ്പോഴാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത്. അങ്ങനെ പ്രഗ്നൻസി കഴിഞ്ഞു, ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കൂടുതൽ അതിനെപ്പറ്റി എഴുതി. ആ ഒരു ടോപ്പിക്കിൽ ഞാൻ ഭയങ്കര ഒബ്സെസ്ഡ് ആയിപ്പോയി. എനിക്ക് തോന്നുന്നു പ്രഗ്നൻസി സമയത്ത് പല അമ്മമാരും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഭക്ഷണത്തിനെ കുറിച്ചും കുട്ടീനെക്കുറിച്ചും കുട്ടിയുടെ ഗ്രോത്തിനെ പറ്റി, ഡെവലപ്മെൻറ്റിനെ പറ്റി, ഹെൽത്തിനെ പറ്റി, ഹെൽത്തിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റിയിട്ട്, എന്ത് ഫുഡ് കഴിക്കണം, എന്ത് എക്സസൈസ് ചെയ്യണം, എല്ലാം നമ്മൾ പ്രത്യേകിച്ചും സിൻസ് വി ഹാവ് ഗൂഗിൾ അറ്റ് അവർ ഫിംഗർ ടിപ്സ്, പണ്ടത്തെ പോലെ നമുക്ക് ഒരുപാട് റിസർച്ച് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും ഇപ്പം ഇല്ലല്ലോ. നമുക്കെല്ലാം ഇൻഫർമേഷൻ എല്ലായിടത്തും കിട്ടുമെങ്കിലും ഇതിൽ എന്തൊക്കെ ശരിയായിട്ടുള്ള ഇൻഫർമേഷനാണ്, എന്തൊക്കെ തെറ്റായിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കാനും കുറച്ച് സമയമെടുക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വായിക്കുകയും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കി വന്നപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് എഴുതാൻ തോന്നി. ഞാൻ ഒരു ജേർണൽ പോലെ എഴുതി തുടങ്ങിയതാണ്. എൻ്റെ എല്ലാ ദിവസത്തെയും എക്സ്പീരിയൻസിനെ പറ്റിയിട്ടും എനിക്ക് എന്തൊക്കെ തോന്നി, എനിക്ക് എന്തൊക്കെ ക്രേവിങ്സ് വന്നു, എന്തൊക്കെ അവേർഷൻസ് വന്നു, എൻ്റെ ജനറൽ ഹെൽത്തിനെ പറ്റിയിട്ട്, അങ്ങനത്തെ എൻ്റെ ഓവറോൾ വെൽബീയിങ്ങിനെ പറ്റിയിട്ട്, എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ പറ്റിയിട്ട് ഒക്കെ എഴുതി വന്നപ്പോൾ ഒരു ജേർണൽ പോലെ, ഒരു ബുക്ക് പോലെ ഒരു ചെറിയ സാധനം ഞാൻ വായിച്ച് കേൾപ്പിച്ചു അമ്മയ്ക്കും ഹസ്ബൻഡിനും അച്ഛനും ഒക്കെ. അപ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം അവരൊക്കെ പറഞ്ഞു, എന്തുകൊണ്ട് ഇത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിക്കൂടാ. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ റിസർച്ച് ചെയ്ത് കാര്യങ്ങളും മനസ്സിലാക്കിയ കാര്യങ്ങളും കൂടെ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ പ്രഗ്നൻസി മെമ്മോയർ എന്നാണ് ഈ ബുക്കിൻ്റെ പേര്. പ്രഗ്നൻസി മെമ്മോയർ, ജസ്റ്റ് ലൈക്ക് എ മെമ്മോയർ. ഇതിനകത്ത് കുറേ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസസിനെ പറ്റിയിട്ട് തന്നെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഓരോ സ്റ്റേജിലുണ്ടാവുന്ന ഡെവലപ്മെൻറ്റ്സിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഓരോ വീക്കിലുണ്ടാവുന്ന നമ്മുടെ ഫീറ്റസിൻ്റെ ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ട് ഈ ബുക്കിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഓരോ വീക്കിലും ഓരോ ട്രൈമസ്റ്ററിലും നമ്മൾ കഴിക്കേണ്ട ഫുഡിനെ പറ്റിയിട്ടും ഫുഡിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നും, പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ മോർണിംഗ് സിക്നെസ് വരുമ്പോഴും നോസിയ വരുമ്പോഴും അതിനൊക്കെയുള്ള ചെറിയ ചെറിയ ഹാക്സ്, നമ്മുടെ അമ്മൂമ്മമാർ പറയുന്ന ചില റെമഡീസ്, അങ്ങനത്തെ കുറച്ച് ചെറിയ ടിപ്സും പറയുന്നുണ്ട്. പിന്നെ കുറേ ഓൾഡ് വൈഫ്സ് ടെയിൽസിനെ പറ്റി പറയുന്നുണ്ട്. അതായത് നമ്മൾ പറയും വല്ലാതെ മെലിഞ്ഞ് കറുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൺകുട്ടിയായിരിക്കും, ഓർ തടിച്ച് സുന്ദരിയായിട്ടിരുന്ന് കഴിഞ്ഞാൽ പെൺകുട്ടിയായിരിക്കും. പക്ഷെ ഇതൊക്കെ തെറ്റായ കുറേ കോൺസെപ്റ്റ്സ് ആണ്. കാരണം നമ്മുടെ ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ട് ഉണ്ടാവുന്നതാണ് നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിലുള്ള പല കാര്യങ്ങളും. നമുക്ക് മുഖത്ത് ആക്നെ വരുന്നത് തൊട്ട് നമ്മൾ മുടി കൊഴിയുന്നതോ എന്ത് കാര്യമായാലും പിഗ്മെൻറ്റേഷൻ വരുന്നതും ഒക്കെ നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് മാത്രം വരുന്നൊരു കാര്യമാണ്. അതൊരിക്കലും അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഫീറ്റസിൻ്റെ ജെൻഡർ ഏതാന്ന് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഇതിനകത്ത് കുറേ മിത്തോളജിക്കൽ ഫാക്ട്സും കൂടെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം പറയുന്നുണ്ട്. സോ നമ്മുടെ ഹിന്ദു അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് മിത്തോളജിയിൽ പറയുന്നു യോനിജ ഓർ അയോനിജ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ട്. യോനിജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിക്കുന്നതിനാണ് നമ്മൾ യോനിജ എന്ന് പറയുന്നത്. അയോനിജ എന്ന് പറഞ്ഞാൽ വൺ ഹു ഇസ് നോട്ട് ബോൺ ഔട്ട് ഓഫ് എ വുമൻസ് വൂം. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് യോനിജ ആണെങ്കിൽ അങ്ങനെ ജനിച്ച ഒരാൾക്ക് മരണവും സംഭവിക്കാം. ഫോർ എക്സാമ്പിൾ, ദേവകിയുടെ വയറ്റിലാണ് കൃഷ്ണൻ ഉണ്ടായത്. കൃഷ്ണനും മരണം സംഭവിച്ചതായിട്ട് നമ്മൾ അറിയുന്നുണ്ട്. ശ്രീരാമൻ കൗസല്യയുടെ വയറ്റിലുണ്ടായതാണ്. അങ്ങനെ ശ്രീരാമനും
മരണം സംഭവിച്ചതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ശിവ ഇസ് സ്വയംഭൂ, ശിവന് മരണം ഉണ്ടായതായിട്ട് നമ്മൾ കേൾക്കുന്നില്ല. അതേപോലെ തന്നെ ഗണേശൻ്റെ സ്റ്റോറി ഈസ് വെരി പോപ്പുലർ, എല്ലാവർക്കും അറിയാവുന്നൊരു കഥയും കൂടിയാണ്. പാർവതി ദേവി കുളിക്കാൻ പോയപ്പോൾ ദേഹത്തുള്ള മഞ്ഞൾ വെച്ചിട്ട് ഒരു ചെറിയ രൂപത്തിനെ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ വളരെ കൗതുകം തോന്നി. എന്നിട്ട് പറഞ്ഞു, ആര് വന്നാലും അകത്തേക്ക് കയറ്റി വിടരുത്, ഞാൻ കുളിക്കാൻ പോവുകയാണ് എന്ന് പറയും. അപ്പോൾ ചെറിയ കുട്ടി അതിനെന്താ, ഞാൻ കാവൽ നിൽക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാവരെയും നോക്കി നിൽക്കുന്ന സമയത്ത് ശിവൻ വരും. പരമശിവൻ വരുമ്പോൾ നീ ആരാണ് എന്നെ തടയാൻ എന്ന് ചോദിക്കും. അങ്ങനെ അവർ തമ്മിൽ വഴക്കായി, യുദ്ധമായി. അങ്ങനെ പരമശിവന് ദേഷ്യം വന്നിട്ട് ചെറിയ കുട്ടിയുടെ തല വെട്ടിക്കളയും. തല വെട്ടിക്കളഞ്ഞതും പാർവതി വന്നിട്ട് അയ്യോ എൻ്റെ കുട്ടി എവിടെയെന്ന് വെച്ചിട്ട് ഭയങ്കര ബഹളം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പ്രശ്നമാവണ്ടെന്ന് വെച്ചിട്ട് പരമശിവൻ അപ്പം തന്നെ ഒരു മരണം കാത്തു കിടക്കുന്ന ഒരു ആനയുടെ തലയെടുത്തിട്ട് ഈ ചെറിയ ശരീരത്തിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുത്തു. അങ്ങനെ അതിന് ജീവൻ കൊടുത്തിട്ട് അതിനെ ഒരു ഭംഗിയുള്ള ഒരു ക്രീച്ചറാക്കി മാറ്റി. അപ്പോഴാണ് ആനയുടെ തലയും മനുഷ്യന്റെ ശരീരവുമുള്ള ഗണേശൻ ഉണ്ടാവുന്നത്. അത് വളരെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സ്റ്റോറിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതേപോലെ തന്നെ കാർത്തികേയനും ജനിച്ചതായിട്ട് നമ്മൾ അറിയുന്നില്ല. പൂക്കളിൽ നിന്നാണ് കാർത്തികേയൻ ഉണ്ടായത് എന്നും പറയപ്പെടുന്നുണ്ട്. നമ്മുടെ തന്ത്ര പരമ്പരയിൽ പറയുന്നത് ദേവി എന്ന് പറഞ്ഞാൽ പ്രകൃതി എന്നാണ്. അപ്പൊ ത്രയംബ എന്നും നമ്മൾ ദേവിയെ വിളിക്കുന്നുണ്ട്. ബിക്കോസ് ഷി ഗേവ് ബർത്ത് ടു 3 eggs. അതിൽ നിന്നുണ്ടായതാണ് ബ്രഹ്മ, വിഷ്ണു ആൻഡ് മഹേശ്വര എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുറേ മിത്തോളജിക്കൽ ഫാക്ടേഴ്സും ഞാൻ ഈ ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതങ്ങനെ മിത്തോളജി മാത്രമൊന്നുമല്ല, അല്ലാത്തവർക്കും വായിക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഓരോ ട്രൈമസ്റ്ററിലും നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ പറ്റിയിട്ടും ചെറിയ ചെറിയ ഡെവലപ്മെൻറ്റ്സിനെ പറ്റിയിട്ടും പിന്നെ കുറേ എൻ്റെ പേഴ്സണൽ സ്റ്റോറിയും ഇതിനകത്തുണ്ട്. അത് വായിച്ചിട്ട് പലരും എൻ്റെ അടുത്ത് പറഞ്ഞു, അത് ശരി, ഇത്രയധികം പേഴ്സണൽ ഡീറ്റെയിൽസ് എന്തിനാണ് ഒരു ബുക്കിൽ എഴുതിയത്. ബട്ട് എനിവേസ് എനിക്ക് തോന്നി നമുക്ക് പലർക്കും പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് മൂഡ് സ്വിങ്സ് ഉണ്ടാവും. പോസ്റ്റ്പാർട്ടം ഡിപ്രഷനെ പറ്റിയിട്ട് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. കുട്ടി ഉണ്ടായതിന് ശേഷം നമുക്ക് ഉറക്കം കുറയുന്നു, നമ്മൾ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് ബോഡി ടയർഡ് ആവുന്നു, അപ്പോൾ സ്ത്രീകൾക്ക് ഡിപ്രഷൻ വരും എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഡ്യൂറിങ് പോസ്റ്റ്പാർട്ടം. നമ്മുടെ കൺസീവ് ചെയ്യുന്ന സമയം തൊട്ട് നമ്മുടെ ബോഡിയിൽ വരുന്ന ഹോർമോണൽ ഇംബാലൻസസ് കാരണം നമുക്ക് മൂഡ് സ്വിങ്സും ആങ്സൈറ്റിയും സ്ട്രെസ്സും എല്ലാം വരാറുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ നമ്മളെ സഹിക്കേണ്ടി വരിക നമ്മുടെ പാർട്ട്നേഴ്സ് തന്നെയായിരിക്കും, ഓർ വീട്ടിലുള്ളവരും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്തുണ്ടായ ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിലുള്ള കുറേ വഴക്കിനെ പറ്റിയും പ്രശ്നങ്ങളെ പറ്റിയും ഒക്കെ ഞാൻ ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ഇത് ഇതുവരെ വായിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വായിച്ചിരുന്നെങ്കിൽ ഞാനിങ്ങനെ ഇരിക്കില്ലായിരിക്കും ചിലപ്പോൾ. അപ്പോൾ എനിവേസ്, അപ്പോൾ എന്തായാലും അങ്ങനത്തെ കുറേ കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മുടെ പാർട്ട്നേഴ്സ് വേണം നമ്മളെ ഈ ഒരു സമയത്ത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് കൺസീവ് ചെയ്യുമ്പോൾ തൊട്ട് ചിലപ്പോൾ നമ്മുടെ ഉറക്കം കുറയും. പിന്നെ നമ്മുടെ ബോഡിയിൽ ഒരു ഹ്യൂമൻ ബീങ് ഉണ്ടാവാൻ പോവല്ലേ. അപ്പോൾ ദ ബോഡി ഈസ് വർക്കിംഗ് ഹാർഡ് ഫോർ ദാറ്റ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബോഡി അത്രയും വർക്ക് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉറക്കം കിട്ടുന്നുണ്ടാവില്ല. നമ്മൾ വിചാരിക്കും ഉറങ്ങുകയാണെന്ന്, പക്ഷെ അത്രയധികം ക്വാളിറ്റി സ്ലീപ്പ് ചിലപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. പിന്നെ ടുവേർഡ്സ് ദ 3rd ട്രൈമസ്റ്റർ പിന്നെ പറയാൻ വേണ്ട, നമുക്ക് വയറൊക്കെ വലുതായി കഴിഞ്ഞാൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കാനൊക്കെ ഉള്ള ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. ബോഡി പെയിനോ ബാക്ക് പെയിനോ അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും നമ്മുടെ ഉറക്കം ചിലപ്പം ഡിസ്റ്റർബ്ഡ് ആവാറുണ്ട്. അപ്പോൾ ഈ ഉറക്കമൊക്കെ കുറയുമ്പോഴാണ് നമുക്ക് കൂടുതലും ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇതെല്ലാവരും മനസ്സിലാക്കണം. നമ്മുടെ വീട്ടിൽ നമ്മുടെ സിസ്റ്ററോ നമ്മുടെ ഫ്രണ്ടോ ആരെങ്കിലും പ്രഗ്നൻ്റ് ആണെങ്കിലും അവർ പെട്ടെന്ന് ദേഷ്യപ്പെടുകയാണെങ്കിലും പെട്ടെന്ന് കരയുകയാണെങ്കിലും എന്തുണ്ടെങ്കിലും അത് അവരുടെ ആ ഒരു മൂഡ് സ്വിങ്സ് ആണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. സോ ദിസ് ഈസ് നോട്ട് ജസ്റ്റ് ഫോർ പ്രഗ്നൻറ്റ് വിമൻ, ഇറ്റ് ഈസ് ഓൾസോ ഫോർ പീപ്പിൾ ഹു ആർ അറൗണ്ട് പ്രഗ്നൻറ്റ് വിമൻ. നിങ്ങൾക്കൊരു ഫ്രണ്ടിന് ഗിഫ്റ്റ് ചെയ്യാനും എല്ലാത്തിനും ഇതൊരു വണ്ടർഫുൾ റീഡ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരു ബുക്കിൻ്റെ പ്രൊമോഷനായിട്ട് പറയുകയല്ല. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ലെറ്റ് യു നോ ദറ്റ് ഈ വക കാര്യങ്ങൾ നമ്മളെപ്പോഴും മനസ്സിലാക്കിയിട്ട് തന്നെ പെരുമാറണം എന്നുള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേസ് വീഡിയോ ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം.